ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അടിപൊളി ബീഫ് കറി തയ്യാറാക്കിയിട്ടെടുക്കാം. കുക്കറിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് കേട്ടോ. ഒരുപാട് നേരം പൊടികളൊക്കെ ഇട്ട് വഴറ്റൊന്നും വേണ്ട, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു ബീഫ് കറിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുമുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് ഞാനിവിടെ 3/4 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. എല്ലുള്ളതും എല്ലില്ലാത്തതുമായ കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത്. എല്ലോട് കൂടിയുള്ള കഷ്ണങ്ങൾ എടുത്താൽ നമ്മൾ ബീഫ് കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ച ബീഫിലേക്ക് നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. കറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ 20ഓളം ചെറിയുള്ളി, ഒരു വലിയ ഉള്ളി, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഒന്ന് ചെറുതാക്കി മുറിച്ചത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതാക്കി മുറിച്ചത്, 2 പച്ചമുളക് ഒന്ന് നീളത്തിൽ മുറിച്ചത്, 2 തണ്ട് കറിവേപ്പില, 2 തക്കാളി. ഇനി ഒരു കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിരുന്ന സമയത്ത് നമ്മൾ ചെറുതാക്കി മുറിച്ച ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കിയിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് കളറ് മാറി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളക്, കറിവേപ്പില, കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് വഴറ്റി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മസാല പെരക്കി വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് തീ കൂട്ടി വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എല്ലാം ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് ബീഫിലേക്ക് ആവുന്ന രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഒരു 4-5 മിനിറ്റോളം ഞാനൊന്ന് തീ കൂട്ടി വെച്ചിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. തിളപ്പിച്ചെടുത്ത വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഞാനിത് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു 7-8 വിസിൽ വരുന്നവരൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ബീഫിനും ഒരേ വേവായിരിക്കില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിലെ ബീഫിന് എത്രത്തോളം വേവ് വേണമെന്നനുസരിച്ചൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 7-8 വിസിൽ വരുന്നവരൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ 8 വിസിലോളം വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇപ്പോൾ കംപ്ലീറ്റ് എയർ പോയതിന് ശേഷമാണ് ഞാൻ തുറന്നു നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് കത്തിച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു 5 മിനിറ്റോളം കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് കുക്കറിൽ തയ്യാറാക്കാൻ പറ്റാവുന്ന ഒരു കറിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.